ഹലോ 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 ഏവർക്കും ഫാറൂഖ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്ളോഗല്ല, അതുപോലെ ട്രാവൽ വീഡിയോ അല്ല. അതുപോലെ ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പോൾ എത്തുകയുള്ളൂ. പിന്നെ പറയാനുള്ളത്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത്രയും ദിവസം വീഡിയോ എടുത്തത് മൈക്കില്ലാതെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഈ മൈക്ക് ഉപയോഗിച്ചും മൈക്ക് ഇല്ലാതെയുമുള്ള ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സാധനം ഇത് വെച്ചിട്ടുള്ള ശബ്ദമാണ് നിങ്ങൾ നേരത്തെ ഇതുവരെ കേട്ടത്. ഇനി ഇതില്ലാണ്ടുള്ള ശബ്ദമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. ഇത് വെച്ചുള്ള ശബ്ദവും ഇതില്ലാത്ത ശബ്ദവുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനുള്ള എന്തൊക്കെ ഉള്ളത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവറിലായിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ രണ്ട് സാധനം വരുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ ക്ലിപ്പാണ്, അതുപോലെ തന്നെ മൈക്രോഫോണ് നമുക്ക് ഒരു ലോക്കായിട്ടാണ് കിട്ടുന്നത്. അത് നമ്മളിങ്ങനെ ഈ ലോക്ക് റിമൂവ് ചെയ്തിട്ട് ഈ ക്ലിപ്പിൽ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അത് ഈ പോക്കറ്റ് മേൽ ഞാൻ നേരത്തെ പോക്കറ്റ് മേൽ ക്ലിപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുപയോഗിക്കുന്ന ക്ലിപ്പാണിതാ ഈ സാധനം. അപ്പോൾ ഞാനത് ഒന്ന് ക്ലിപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ നല്ല ഇതാക്കിയിട്ട് ഇവിടെ അങ്ങനെ ക്ലിപ്പ് ചെയ്തൊക്കെയാണ് ചെയ്യുക. പിന്നെ ഇതിൽ ഒരു സ്പോഞ്ച് ഉണ്ട്. അത് നമ്മുടെ ശബ്ദത്തിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള സ്പോഞ്ചാണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ വീണ്ടും ഒരു ഫിൽട്രേഷനുള്ള സാധനം കാണാം. അതുപോലെ മുകളിലൊരു ടോപ്പുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ നല്ല അത്യാവശ്യം എല്ലാവർക്കും വീഡിയോ ചെയ്യാൻ ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ മൈക്കുള്ളപ്പോൾ മൈക്കില്ലാത്തപ്പോഴുള്ള വ്യത്യാസമാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ മൊബൈൽ വെച്ചിട്ട് മൊബൈൽ റെക്കോർഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഓഡിയോ റെക്കോർഡർ എന്ന മൊബൈലിൻ്റെ ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണ്. വേറെ ഞാൻ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് സാധനം. ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഹലോ 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 ഹലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓടിപ്പിച്ച ശബ്ദമാണ് കേൾപ്പിക്കാൻ പോകുന്നത്. അതും മൈക്കിലുള്ള ശബ്ദമായിട്ട് വ്യത്യാസം എന്തുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ട് തന്നെ പറയുക. ഹലോ 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 ഹലോ. ഇനി നമ്മൾ ഈ മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള ശബ്ദമാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അതും നിങ്ങൾ ഇപ്പോൾ കേട്ട മൈക്കില്ലാത്തുള്ള ശബ്ദവും എത്ര വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക. ഇനി ഞാൻ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഫോണിൽ ലേശം പിടിച്ച് വെച്ചതെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ മൈക്ക് ഓപ്പണായി പോകുക എന്നുള്ളൊരു പേടി കൊണ്ടാണ്. ഹലോ 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 ഹലോ. ഇനി ഞാൻ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത ശബ്ദമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. അതും മറ്റേതായിട്ട് എത്ര വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞുതരാം. ഹലോ 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 ഹലോ. അപ്പോൾ ഞാൻ നേരത്തെ ഈ മൈക്കില്ലാതെ സംസാരിച്ച സമയത്ത് സൗണ്ട് ക്ലാരിറ്റി കുറവാണെങ്കിലും ഈ പുറത്തുള്ള ശബ്ദങ്ങളൊക്കെ ഇതിലൂടെ റെക്കോർഡായി നമ്മുടെ വീഡിയോയിലും മറ്റും പതിയും. പക്ഷേ ഈ മൈക്ക് സെറ്റ് ചെയ്ത സമയത്ത് പുറത്തുള്ള ശബ്ദങ്ങളൊന്നും ഇതിൽ പതിയാതെ നമ്മുടെ ശബ്ദം മാത്രം ഫിൽട്ടർ ചെയ്ത് ഈ മൈക്ക് നമുക്ക് വീഡിയോയുടെ ശബ്ദമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ മൈക്കിന് റീറ്റെയിൽ വില ഏകദേശം ഇത് 1.5 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് ഉള്ളത്. റീറ്റെയിൽ വില ഏകദേശം 150 രൂപ ആണ് വില. ഇത് എനിക്ക് ഹോൾസെയിൽ വിലയിലാണ് കിട്ടിയത്. ഏകദേശം 100 രൂപ വിലയിലാണ്. ഇത് പുതിയ മോഡലാണ് ഈ മൈക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും നിലവിൽ ഇതിൻ്റെ സ്പെയർ പാർട്സ് കടയിൽ എത്തിയിട്ടില്ല. കാരണം ഇത് എന്താ പറയുക, നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ജാക്ക് തന്നെയാണ് വരുന്നത്. മറ്റേ സാധാരണ വരുന്ന മൈക്കൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ ഹെഡ്സെറ്റിൻ്റെ ആ ഓഡിയോ ജാക്കായിട്ട്, അതായത് എക്സ്റ്റേണൽ പിന്ന് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് തന്നെ നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്താൽ ശബ്ദം വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ഇൻറ്റേർണൽ മൈക്കും എക്സ്റ്റേണൽ മൈക്കും ഉപയോഗിച്ചിട്ടുള്ള ശബ്ദമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ഇൻറ്റേർണൽ മൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അതേ ശബ്ദം തന്നെ. ക്യാമറ ആയാലും മൊബൈലായാലും
ഉള്ള ശബ്ദവും എക്സ്റ്റേണൽ മൈക്ക് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ഇതാ ഞാൻ ഇപ്പോൾ പോക്കറ്റ് മണി വെച്ച ഇതുപോലത്തെ മൈക്കാണ്. അപ്പോൾ ഇത് രണ്ടുമായിട്ടുള്ള ശബ്ദത്തിൻ്റെ വ്യത്യാസമാണ് ഞാൻ നിങ്ങളെ ഇത് കേൾപ്പിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും ഓൺലൈനിൽ നിന്നും വാങ്ങിയ പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ട് എനിക്ക് ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും ഏകദേശം 100 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. ഇതിൻ്റെ റീറ്റെയിൽ വില 150 രൂപ 200 രൂപ ആണ്. ഇത് മിനിമം 1.5 മീറ്റർ ലെങ്ത്തിലാണ് ഇപ്പോൾ സാധനം വരുന്നത്. കാരണം ഇത് പുതിയ മോഡലാണ്, നമ്മുടെ ആംപ്ലിഫയറിന് സെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ടൈപ്പല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു മോഡലിൻ്റെ സ്പെയർ പാർട്സ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിനി ഭാവിയിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലും നല്ല വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.